സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ 5ാമത്തെ ലെക്ചറിലേക്കാണ് നമ്മൾ നടക്കുന്നത്. സോ ഇതുവരെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് ബേസിക് ഐഡിയാസും അല്ലെങ്കിൽ ഓവറോൾ ഒരു 80% ഏരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഏരിയാസ് നിങ്ങൾക്ക് കാണാം. ലെവൽസ് ഓഫ് ടീച്ചിങ്, ബേസിക് കൺസെപ്റ്റ്സ്, ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അതേപോലെ തന്നെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഇവാലുവേഷൻ സിസ്റ്റം, ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഇവാലുവേഷൻ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്തത്. ദെൻ ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇത്രയും ഏരിയാസാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ പ്രീവിയസ് ലെക്ചേഴ്സ് ആവശ്യമുള്ളവർക്ക് അത് ഞാൻ ഷെയർ ചെയ്യാം ഇന്ന് തന്നെ. മെറ്റീരിയൽസും ഞാൻ ഇന്ന് തന്നെ കിട്ടാത്തതുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഏരിയ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. സോ പ്രധാനമായിട്ടും 3 ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, പിന്നെ അതിനുശേഷം നമ്മൾ സ്വയം സ്കീമിനെ പറ്റി പറയണം, അതേപോലെ തന്നെ സ്വയം പ്രഭ ഇനിഷ്യേറ്റീവിനെ പറ്റി പറയണം. ദെൻ മൂക്സിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് അസസ്മെന്റ് വന്നപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് നമുക്കറിയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി അസസ്മെന്റ് where exams or tests are administered by using a computer or electronic device. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? എഫിഷ്യൻസി, സ്കെയിലബിലിറ്റി ആൻഡ് എബിലിറ്റി ടു പ്രൊവൈഡ് ക്വിക്ക് ആൻഡ് ആക്യുറേറ്റ് റിസൾട്ട്സ്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ബേസിക് അവയർനെസ് ആണ്. ഇപ്പോൾ നമ്മൾ UGC നെറ്റിന്റെ പ്രീവിയസ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ്. പെൻ ആൻഡ് പേപ്പർ OMR ഷീറ്റിലുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ അത് ഫെയിൽ ആവുകയും വീണ്ടും CBT പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CBT കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു കൺസെപ്റ്റ് തന്നെ, അതായത് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ടെസ്റ്റ് ഡെലിവറി ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മളവിടെ ഓഫ്ലൈൻ CBTയും അതേപോലെ തന്നെ ഓൺലൈൻ CBTയും ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് 2 രീതിയിലാകാം. ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് ലൈവായിട്ട് ടെസ്റ്റ് നടത്തുന്ന രീതിയിലല്ല, പക്ഷേ കണ്ടന്റ് ഓൾറെഡി ആ കമ്പ്യൂട്ടറിലേക്ക് ലോഡഡ് ആയിരിക്കും. അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ അറ്റൻഡ് ചെയ്ത് തീർക്കുന്ന രീതിയായിരിക്കും ഓഫ്ലൈൻ CBTയിൽ വരുന്നത്. അതായത് ഇൻ സം കേസസ് ദി ടെസ്റ്റ് കണ്ടന്റ് ഈസ് ലോഡഡ് ഇൻ ടു ദി ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ ആൻഡ് ദി എക്സാംസ് ആർ ടേക്കൺ ഇൻ എ കൺട്രോൾഡ് സെക്യൂർ എൻവയോൺമെന്റ് ഓപ്പൺ അറ്റ് ടെസ്റ്റിംഗ് സെന്റർ. സോ ഒരു ടെസ്റ്റിംഗ് സെന്റർ ഉണ്ടാവും നമ്മളുടെ എക്സാമിനേഷൻ നടക്കുന്നത് പോലെ തന്നെ. അതിനകത്ത് ആ കമ്പ്യൂട്ടറിനകത്ത് ഓൾറെഡി ടെസ്റ്റ് കണ്ടന്റ് ലോഡഡ് ആയിരിക്കും. അതിനുശേഷം നമ്മളവിടെ എക്സാം എഴുതാൻ ചെല്ലുന്നവർ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻവിജിലേഷൻ ഉണ്ടാവും, ഒരു പ്രോസസ് ഉണ്ടാവും, അതിൻ്റെ എല്ലാ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഓഫ്ലൈൻ CBT കൺസെപ്റ്റ്. അതേസമയം ഓൺലൈൻ CBT ആണെങ്കിലോ എക്സാംസ് ആർ അസസ്ഡ് ആൻഡ് ടേക്കൺ ഓവർ ഇന്റർനെറ്റ് വഴിയാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഓൺലൈൻ CBT എക്സാമ്പിളാണ്. സോ ടെസ്റ്റ് ടേക്കേഴ്സ് ആർ യൂഷ്വലി ടേക്ക് ദി ടെസ്റ്റ് ഫ്രം എനി ലൊക്കേഷൻ വിത്ത് എ സെക്യൂർ ഇന്റർനെറ്റ് കണക്ഷൻ. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നായാലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇന്റർനെറ്റ് കണക്ഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഓൺലൈൻ CBT എക്സാമ്പിളാണ്. സോ 2 തരത്തിലുള്ള CBT മനസ്സിലാക്കുക. ടെസ്റ്റ് ഡെലിവറിയുടെ കേസിൽ CBT ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് CBTയുടെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് തിങ് എഫിഷ്യൻസി. ആസ് വി സെഡ്, ടെസ്റ്റ് ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് ആയിട്ട് ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ റെഡ്യൂസ് ടൈം റിക്വയർഡ് ഫോർ എക്സാം ലോജിസ്റ്റിക്സ് ആൻഡ് എക്സാം റിസൾട്ട് പ്രോസസ്സിംഗ്. അതായത് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടറിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക്സ് കുറയുകയാണ്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ടത് കുറയുകയാണ്. അതുവഴി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. ദെൻ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. ഓൾറെഡി റിസൾട്ടിന്റെ കീസ് കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് കൊടുത്തത് തന്നെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും. അതിന്റെ റിസൾട്ട് എത്രയാണ്, സ്കോർ എത്രയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ്. CBT systems can be designed to adapt the difficulty of questions based on test takers performance. അതായത് പെർഫോമൻസ് അനുസരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റീസ് വേരിയേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഈസി ടെസ്റ്റ് ആണ്, ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാനും, അതേപോലെ തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചുകൂടി ടഫ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാനും, അങ്ങനെ മാറ്റി ക്വസ്റ്റ്യൻ പാറ്റേൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടി CBTക്ക് അത് സാധിക്കും. അതാണ് അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക് കഴിഞ്ഞ 50 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക അതിനുശേഷമുള്ളത്. അങ്ങനെ ഉള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ CBTക്ക് സാധിക്കും. അതേപോലെ ഫ്ലെക്സിബിലിറ്റി. Test takers can schedule exams at their convenience within
സർട്ടൻ ടൈം ഫ്രെയിം. അതായത് ഓൺലൈൻ CBT ആണെങ്കിൽ നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓഫ്ലൈൻ CBTയിൽ അത് പോസിബിൾ അല്ല. ഓൺലൈൻ CBT ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിങ്ങിൽ നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് അഡ്വാൻറ്റേജസ്. ദെൻ ടൈപ്സ്. രണ്ട് രീതിയിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് പറയാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് എന്താണ്? ഫോർമേറ്റീവ് വിൽ ബി കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് ദി ഇൻസ്ട്രക്ഷൻ, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഡ്യൂറിംഗ് ലേണിംഗ് പ്രോസസ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആൻഡ് ഗൈഡ് ഇൻസ്ട്രക്ഷൻ. ഫോർമേറ്റീവ് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതിനൊപ്പം തന്നെ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. CBTയുടെ ബേസിൽ നമുക്ക് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. CBTയുടെ സപ്പോർട്ടോട് കൂടിയും ഇത് ചെയ്യാൻ സാധിക്കും. ലൈക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പല ടൂളുകളും ഉണ്ട്, ലൈക്ക് ക്യുസിസ് അല്ലെങ്കിൽ കഹൂത്ത്. ഇങ്ങനെയുള്ള ICT എനേബിൾഡ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂം എൻഗേജിങ് ആക്കുക. ക്ലാസ് റൂം എൻഗേജിങ് ആക്കുന്നതിനൊപ്പം തന്നെ സ്റ്റുഡന്റ് പ്രോഗ്രസ് എത്രമാത്രം ഉണ്ട്, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാനും ഇത്തരം അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്താണ് ഫോർമേറ്റീവ്? ക്ലാസ് റൂം പ്രോഗ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെക്ചർ പ്രോഗ്രസ് ചെയ്യുന്നതിന് ഇടയിൽ തന്നെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുകയാണ്. എത്രമാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അത്തരം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് സമ്മേറ്റീവ് ആണെങ്കിലോ, അറ്റ് ദി എൻഡ് ആണ്. ഒരു യൂണിറ്റ് എൻഡ് ചെയ്തു, യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ സെമസ്റ്റർ എൻഡ് ചെയ്യുന്നു, സെമസ്റ്റർ എൻഡ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, ടേം ടെസ്റ്റുകൾ. അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാമ്പിൾ ആണ്. സോ ഹൈ സ്റ്റേക്സ് എക്സാംസ് അറ്റ് ദി എൻഡ് ഓഫ് ദി കോഴ്സ് ഓർ പ്രോഗ്രാം ടു മെഷർ ഓവറോൾ നോളജ് ആൻഡ് പ്രൊഫിഷ്യൻസി. സോ അത്തരം ടെസ്റ്റുകളും നമുക്ക് CBTയുടെ ബേസിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി ഒതന്റിക് ഏതായിരിക്കും ഇതിൽ? അതായത് ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണോ സമ്മേറ്റീവ് അസസ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണോ? വാട്ട് യു തിങ്ക്? ബിക്കോസ് ഇറ്റ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ് ആണോ അതോ സമ്മേറ്റീവ് അസസ്മെന്റ് ആണോ കുറച്ചുകൂടി എന്താ പറയാ കൃത്യമായിട്ടുള്ള റിസൾട്ട്സുകൾ നമുക്ക് തരുന്നത്? കുറച്ചുകൂടി വാലിഡ് ആയിട്ട് പറയാവുന്ന ഇതിൽ ഏത് അസസ്മെന്റ് ആണ്? ജസ്റ്റ് ട്രൈ. ഏതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഇസ് ഇറ്റ് ഫോർമേറ്റീവ് ഓർ സമ്മേറ്റീവ്? ആൻസർ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് ആൻസർ പറയാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, കൺഫ്യൂഷൻ. ഒരാൾ സമ്മേറ്റീവ് പറഞ്ഞു, ഒരാൾ ഫോർമേറ്റീവ് പറഞ്ഞു. ആക്ച്വലി റൈറ്റ് ആൻസർ ഈസ് സമ്മേറ്റീവ് കേട്ടോ. അത് ഓർത്തേക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേറ്റീവ് ക്ലാസ് റൂമിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. പക്ഷെ ഒരാളുടെ നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിച്ച് എത്രമാത്രം അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സമ്മേറ്റീവ് വാല്യൂഷൻ തന്നെ കണ്ടക്ട് ചെയ്യണം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ദി ആൻസർ വാസ് സമ്മേറ്റീവ് സെൽഫ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, ഓർത്തേക്കുക. അതായത് നമ്മളൊരു ആളുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് അളക്കണമെങ്കിൽ സ്റ്റുഡന്റിന്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് അളക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടി വാലിഡ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ആ ഒരു ടൈം ഫ്രെയിമിലുള്ള ഇവാലുവേഷൻ ആണ്, കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആകണമെന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനുള്ള ആൻസർ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കേട്ടത് കൊണ്ട് മാത്രം അദ്ദേഹം വേറെ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ആൻസർ പറയുകയാണെങ്കിൽ അതൊരു ജെന്യുവിൻ ഇവാലുവേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ആ കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏതിലാണ്? സമ്മേറ്റീവ് ഇവാലുവേഷന്റെ കേസിലാണ്. ഓക്കെ, ഒന്ന് ഓർത്തേക്കുക. സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് കുറച്ചുകൂടി നമുക്ക് ഒതന്റിക് ആണെന്ന് പറയാൻ സാധിക്കാം. ദെൻ ഇനി CBTയുമായി ബന്ധപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദർ മേ ബി സം ടെക്നിക്കൽ ഇഷ്യൂസ്, പൊട്ടൻഷ്യൽ ഫോർ ടെക്നിക്കൽ ഗ്ലിഞ്ചസ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രോബ്ലംസ്, ഹാർഡ്വെയർ മാൽ ഫംഗ്ഷൻ ആൻഡ് ദാറ്റ് ക്യാൻ ഡിസ്റ്റർബ് ദി ടെസ്റ്റിംഗ് പ്രോസസ്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം. ദെൻ ചീറ്റിംഗ് കൺസേൺസ്, ചലഞ്ചസ്. ഇപ്പോൾ ഓൺലൈൻ CBT ആണെങ്കിൽ, ഓഫ്ലൈനിൽ അത്ര പോസിബിൾ അല്ല. ഓൺലൈൻ CBT ആണെങ്കിൽ ചിലപ്പോൾ ബുക്ക് തുറന്നു വെച്ചിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചീറ്റിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ ആക്സസ് ബാരിയർ, സം ടെസ്റ്റ് ടേക്കേഴ്സ് മേ ലാക്ക് സ്യൂട്ടബിൾ ഡിവൈസസ്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ റിലയബിൾ ആയിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ ഒരു ടെസ്റ്റിനെ ബാധിക്കാം. സോ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞു. ഒന്ന് ടെക്നിക്കൽ ഗ്ലിഞ്ചസ് ഉണ്ടാവാം, അതേപോലെ ചീറ്റിംഗ് കൺസേൺസ് ഉണ്ടാകാം, ദെൻ ആക്സസ് ബാരിയേഴ്സ് ഉണ്ടാകാം. അതുകൂടാതെ അഡാപ്റ്റബിലിറ്റി ചേഞ്ചസ്. സോ ഡിഫിക്കൽറ്റി ഇൻ അഡാപ്റ്റിംഗ് certain types of assessment such as hands-on practical examination to computer-based format. അതായത് ഹാൻഡ്സ് ഓൺ നമ്മൾ ചെയ്ത് കാണിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചിലപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ വഴി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല.
അതൊരു ഡിഫിക്കൽറ്റിയാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ ഒരു കാര്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കണം, ആ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചിട്ടാണ് സ്കോർ ഇടുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി ചില കേസുകളിൽ സാധിച്ചെന്ന് വരില്ല. അതാണ് അതിനുള്ള അഡാപ്റ്റിവിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അടുത്തത് ലേണിംഗ് കർവ്. So test takers, especially those unfamiliar with the technology, may experience a learning curve in navigating digital testing in interface. അതായത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വലിയ നോളജ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ചിലപ്പോൾ ഒരു ചാലഞ്ചിങ് തിങ് ആയിട്ട് മാറാം. ദെൻ ഇൻപേഴ്സണൽ നേച്ചർ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എക്സാമിനറുമായി ബന്ധപ്പെട്ടില്ല. അതൊരു ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് ചെന്ന് നയിച്ചെന്നിരിക്കാം. സോ ദീസ് ആർ സം ഡിസഡ്വാൻറ്റേജസ്. ഈവൻ ദോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ CBT പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് അതിനുള്ള പ്രധാന റീസൺസ്. ടൈം സേവ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് റിസൾട്ട്സ് എടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് CBTക്ക് ഉണ്ട്. സെക്യൂരിറ്റി റിസ്ക് മറ്റൊരു കൺസേൺ ആണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഈ ഒരു ടെക്നോളജി കൊണ്ടുവന്ന് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണ്. എല്ലായിടത്തും എത്തിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതെല്ലാമാണ് ഇതിന്റെ ഡിഫിക്കൽട്ടീസ് എന്ന് പറയാവുന്നത്. ഓക്കെ, കുറച്ച് അസസ്മെന്റ് ലിമിറ്റേഷൻ ഈസ് ദെയർ. ദെൻ ഡിജിറ്റൽ ഫാറ്റിക്, ഒരുപാട് ടൈം കമ്പ്യൂട്ടറിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആണ്. അതേപോലെ ചില ടൈപ്സ് ഓഫ് അസസ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കേണ്ടതാണെങ്കിൽ അതൊന്നും നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് വഴി ചെയ്യാൻ സാധിക്കില്ല. സോ ഓൾ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് CBT. ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നു, ടൈപ്സ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് ടെക്നിക്കൽ ഗ്ലിഞ്ചസ്, ദെൻ ഇഷ്യൂസ്, ചീറ്റിംഗ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ആക്സസ് ബാരിയേഴ്സ് ഉണ്ടാവാം, അതേപോലെ അഡാപ്റ്റബിലിറ്റി ചേഞ്ചസ്, ലേണിംഗ് കർവ്, ദെൻ ഇംപേഴ്സണൽ നേച്ചർ, സെക്യൂരിറ്റി റിസ്ക്, കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, അസസ്മെന്റ് ലിമിറ്റേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഫാറ്റിക്സ്. സോ ഓൾ ദീസ് ആർ സം ലിമിറ്റേഷൻസ് ഓഫ് CBT. CBT ഞാൻ വേഗം പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBTയിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ ചോദിച്ചു കാണുന്നു. അതുകൊണ്ട് നമ്മൾ അധികം അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക, ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക. സോ ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, ദെൻ പേപ്പർ ബേസ്ഡ് അസസ്മെന്റും കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ്, ജസ്റ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് മാച്ച് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിക്കൽ പേപ്പർ, പെൻസിൽ ആൻഡ് ആൻസർ ഷീറ്റ്സ് ആണ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റിൽ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ബേസിലേക്ക് വരുമ്പോൾ ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റ്, കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താൻ സാധിക്കുന്നു. ദെൻ ലിമിറ്റഡ് ആക്സസ് ടു റെഫറൻസ് മെറ്റീരിയൽ പേപ്പർ ബേസ്ഡ് അസസ്മെന്റ് ആണെങ്കിൽ, അതേസമയം കൺട്രോൾഡ് ആക്സസ് ടു ഡിജിറ്റൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത്. ദെൻ അടുത്തത് ഫിസിക്കൽ സെക്യൂരിറ്റി, ഓൺ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോസിബിൾ ആവുന്നത് ഏതിനകത്താണ്? പേപ്പർ ബേസ്ഡ് അസസ്മെന്റിലാണ്. എന്നാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റ് ആണെങ്കിൽ ഡിജിറ്റൽ സെക്യൂരിറ്റി, സെക്യൂർ ബ്രൗസർ, ദെൻ റിമോട്ട് പ്രോക്ടറിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിവേ ഈ ഡിഫറൻസസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കുക. ലെറ്റ് മീ മൂവ് ഓൺ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാം. ഞാനിപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്തപ്പോൾ ഐ ഗോട്ട് ഓൺലി ദിസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അധികം നിൽക്കാത്തത്. ജസ്റ്റ് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് പ്രൊമോട്ട്സ് ഒബ്ജക്ടിവിറ്റി ഇൻ അസസ്മെന്റ് പ്രോസസ്. സ്റ്റേറ്റ്മെന്റ് 2, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ഈസ് എ ന്യൂ എൻട്രി. സോ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ഒന്ന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ആവും ഇവാലുവേഷൻ, അസസ്മെന്റ് പ്രോസസ് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ആവും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് റൈറ്റ്. ഒബ്ജക്റ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ് ഫ്യൂച്ചർ. അതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബിക്കോസ് നമുക്ക് വേണ്ട റിസൾട്ടുകൾ പെട്ടെന്ന് കിട്ടും. എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് അഡാപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഒബ്ജക്റ്റിവിറ്റി കൂട്ടാൻ കാരണമാണ്. രണ്ടാമതായിട്ട് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഒരു പുതിയ എൻട്രി ആണ്. അത്ര റീസെന്റ് അല്ലെങ്കിൽ കൂടിയും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു ന്യൂ എൻട്രി തന്നെയാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. സോ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ഏരിയ മൂക്കാണ്. സോ എനിവേ ഒരു ബ്രീഫ് ഐഡിയ എന്താണ് CBT എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സോ മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിന്റെ ഫുൾ ഫോം ഓർത്തേക്കാം, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മൂക്സ്
is relatively a new form of online learning that has become increasingly popular in recent years. They are typically free to enroll in and offer a wide range of courses on variety of topics. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പല കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും. സോ ഒരു കളക്ഷനാണ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു മീൻസ് ഇപ്പോൾ സ്വയം പോലെ അല്ലെങ്കിൽ കോഴ്സിറ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ഈ മൂക്ക് എന്ന് പറയുന്നത്. സോ ദേ വിൽ പ്രൊവൈഡ് എ കളക്ഷൻ ഓഫ് കോഴ്സസ്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുകയും അത് അത് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കേഷൻ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മൂക്ക് പ്ലാറ്റ്ഫോംസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മൂക്സ് ആർ ഗ്രേറ്റ് വേ ടു ലേൺ ന്യൂ സ്കിൽസ്, എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് അഡ്വാൻസ് യുവർ കരിയർ. നമ്മളെ സംബന്ധിച്ച് പുതിയ സ്കില്ല് ബിൽഡ് ചെയ്യുക, പുതിയ ഇൻട്രസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ കരിയർ ഇംപ്രൂവ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് മൂക്ക് ഉപയോഗിക്കാം. ദേ ആർ ഓൾസോ എ വാല്യുബിൾ റിസോഴ്സ് ഫോർ പീപ്പിൾ who do not have access to traditional education and who cannot afford it. So ഇന്ന് നമ്മളുടെ ഓപ്പൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് തന്നെ പറയാം. അതാണ് മൂക്ക് പ്ലാറ്റ്ഫോംസ്. ഈ മൂക്ക് പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വരാൻ സാധിക്കാത്തവർക്ക് പോലും അവർക്ക് ഡിഫറെന്റ് കോഴ്സുകൾ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ മൂക്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എനിവേ മൂക്ക് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഫ്രീ ഓർ ലോ കോസ്റ്റ്. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കൊരു കോഴ്സ് ചെയ്യാം. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാവുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഇവയെല്ലാം തരുന്നത്. സോ മോസ്റ്റ് ബുക്സ് ആർ ഫ്രീ ടു എൻറോൾ ഇൻ. ഇപ്പോൾ സ്വയമായാലും നമുക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട് എക്സാം ഫീ കൊടുക്കേണ്ടി വരും. അത്രയും മാത്രമാണ് അതിന് വരുന്ന എക്സ്പെൻസ്. അതേപോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോംസിലും വളരെ കുറഞ്ഞ ഫീയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കോഴ്സുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ദെൻ ഫ്ലെക്സിബിൾ. സോ ദേ ആർ സെൽഫ് പേസ്ഡ്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ വേഗതയ്ക്ക് അനുസരിച്ച് പഠിക്കാവുന്ന കോഴ്സുകളാണ്. സോ യു ക്യാൻ ലേൺ ഇറ്റ് അറ്റ് യുവർ ഓൺ സ്പീഡ് ആൻഡ് ഓൺ യുവർ ഓൺ ഷെഡ്യൂൾ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വേഗതയിൽ നമ്മുടെ രീതിയിൽ പഠിക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൂക്ക് പ്ലാറ്റ്ഫോംസ് വരുന്നത്. ദെൻ വെറൈറ്റി ഓഫ് ടോപ്പിക്സ്. ദർ ആർ MOOCs available on almost any topics you can imagine. നമ്മളെ സംബന്ധിച്ച് ഏത് ടോപ്പിക് വേണോ അതിനകത്ത് നമ്മുടെ ഏരിയ ഏതാണോ അതുമായി ബന്ധപ്പെട്ട ഏത് സ്പെസിഫിക് സ്കിൽസ് വേണമെങ്കിലും നമുക്ക് ഇതുവഴി പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻ. സോ HD ഒക്കെയാണ് ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള വീഡിയോ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് IITസിലും IIMലും ഒക്കെയുള്ള ഫാക്കൽറ്റീസ് ആണ് കോഴ്സുകളൊക്കെ പലതും ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് കണ്ടന്റ് നമുക്ക് കിട്ടുന്നു. ദെൻ കമ്മ്യൂണിറ്റി. മെനി മൂക്സ് ഹാവ് ആക്റ്റീവ് കമ്മ്യൂണിറ്റീസ് വേർ യു ക്യാൻ കണക്ട് വിത്ത് അതർ ലേണേഴ്സ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. കമ്മ്യൂണിറ്റി ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്വയത്തിനായാലും ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡിസ്കഷൻ ഫോറം ഉണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഏരിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം, ഫാക്കൽറ്റീസുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഇത്തരം പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ലോ കോസ്റ്റിൽ നമുക്ക് കോഴ്സ് എൻറോൾ ചെയ്യാൻ സാധിക്കും, ഫ്ലെക്സിബിൾ ആണ്, ദെൻ വെറൈറ്റി ഓഫ് ടോപ്പിക്സ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോംസ് ആർ ഓൾസോ ദെയർ. ദെൻ ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ ക്യാൻ ബി ടൈം കൺസ്യൂമിങ്. നമ്മൾ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമ്മൾ ആ വീഡിയോസ് കാണും, പക്ഷെ പതുക്കെ അതിന് ഇൻട്രസ്റ്റ് കുറയുന്നതായിട്ടും പിന്നീട് പതുക്കെ ആ ഒരു കോഴ്സിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, MOOCs can require a lot of time and effort to complete. രണ്ടാമതായിട്ട് ഫോർമൽ ക്രെഡിറ്റ് സ്കോഴ്സ്. ഇപ്പൊ സ്വയമിലാണെങ്കിൽ ഫോർമൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. 40% വരെ ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അത് സ്വയം വഴി ചെയ്യാമെന്ന് ഇപ്പോൾ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ അവിടെ ഉണ്ട്. ഓക്കെ, എന്നാൽ യഥാർത്ഥത്തിൽ മൂക്ക് പ്ലാറ്റ്ഫോംസിൽ നിന്നും നമ്മൾ കോഴ്സുകൾ എടുക്കുന്ന വഴി നമുക്ക് അഡീഷണൽ ക്രെഡിറ്റ് സ്കോർ ഒന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ്, നമുക്ക് ആ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുന്നു എന്ന് പറയാം, ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്ന് പറയാം. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഒരു ക്രെഡിറ്റ് സ്കോർ ആയിട്ട് ആഡ് ചെയ്യാൻ തന്നെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. ഫോർമൽ ക്രെഡിറ്റ് അവിടെ ഇല്ല. ദെൻ ലാക്ക് ഓഫ് ഇന്ററാക്ഷൻ. നമുക്കിവിടെ ഐസൊലേഷനിൽ പഠിക്കുന്ന ഒരു എഫേർട്ടാണ്. ബിക്കോസ് ഫാക്കൽറ്റിയുമായിട്ട് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും there are discussion forums, even though ക്ലാസ്സുകളിൽ ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ദെൻ റിക്വയർസ് സെൽഫ് ഡിസിപ്ലിൻ. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മൾ നമ്മളുടെ രീതിയിൽ ഇരുന്ന് ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അവിടെ ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യകതയും ഉണ്ട്. ഓക്കെ,
സോ ദീസ് ആർ സം ഡ്രോബാക്സ് ജസ്റ്റ് പറയുന്നു. ദെൻ ചില പോപ്പുലർ ആയിട്ടുള്ള മൂക്ക് പ്ലാറ്റ്ഫോംസിന് എക്സാമ്പിൾസ് ഒക്കെ നമ്മളോട് ചോദിക്കാം. അതിനുവേണ്ടിയാണ് കോഴ്സെറ, എഡെക്സ്, ദെൻ ഉഡാസിറ്റി, ഫ്യൂച്ചർ ലേൺ, സ്വയം, അല്ലെങ്കിൽ പിന്നീട് പറയാവുന്നത് ഉഡമി. ഇവയെല്ലാം മൂക്ക് പ്ലാറ്റ്ഫോംസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ എന്താണ് മൂക്ക് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ലെറ്റ്സ് സീ സം ക്വസ്റ്റ്യൻസ് ദെൻ. ക്ലിയർ അല്ലേ? ഈ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മൂക്ക് പ്ലാറ്റ്ഫോം? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു മൂക്ക് പ്ലാറ്റ്ഫോം എന്ന് വെച്ചിരിക്കുന്നത്? കോഴ്സെറ ഇസ് ദെയർ, ഗൂഗിൾ മീറ്റ്, ജിറ്റ്സി മീറ്റ്, ഉർക്കുണ്ട്. ഇതിലേതാണ് മൂക്ക് പ്ലാറ്റ്ഫോം? ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. കോഴ്സെറ ഒരു മൂക്ക് പ്ലാറ്റ്ഫോമിന് എക്സാമ്പിൾ ആണ്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, given below are two statements. First statement പറയുന്നത് abbreviation of MOOC stands for Massive Open Online Courses. Then statement 2 പറയുന്നത് abbreviation of SWAYAM stands for Steady Webs of Active Learning for Young Academic Minds. Okay, Young Academic Minds എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So എന്ത് തോന്നുന്നു? What about the first statement? First statement is true, right? മൂക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് തന്നെയാണ്. പക്ഷെ സ്വയത്തിന്റെ ഫുൾ ഫോമിലേക്ക് വരുമ്പോൾ, സ്വയം എന്ന് പറഞ്ഞാൽ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് അക്കാഡമിക് അല്ല, ആസ്പയറിംഗ് മൈൻഡ്സ് ആണ്. ആസ്പയറിംഗ് മൈൻഡ്സ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എനിവേ റൈറ്റ് ആൻസർ ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ സ്വയത്തിന്റെ ഫുൾ ഫോം ഇപ്പൊ തന്നെ ഓർത്തേക്കുക കേട്ടോ. അത് പലതവണ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് മി ഷോ യു അനദർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. MOOC. In the context of MOOCs in higher education, which of the following are correct? So ഹയർ എഡ്യൂക്കേഷനിൽ മൂക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്ന് നിങ്ങൾ പറയണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദേ ആർ ലേണർ സെൻട്രിക്. സെക്കൻഡ്, they can delivered only through സ്വയം പോർട്ടൽ. സ്വയം പോർട്ടലിലൂടെ മാത്രമേ ഡെലിവർ ചെയ്യാൻ പറ്റൂ. They can benefit large number of learners. Fourth one, they can be accessed anytime, anywhere, and any number of times. Last one, all MOOCs are for earning credits. So തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? കറക്റ്റ് ആൻസർ ഒന്ന് കമന്റ് ചെയ്തു. ഓക്കെ, വാട്ട് അബൌട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? MOOC എന്ന് പറഞ്ഞാൽ ഇതൊരു ലേണർ സെന്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. റൈറ്റ്, ഓക്കെ, ലേണർ സെന്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ദെൻ ദേ ക്യാൻ ബി ഡെലിവേർഡ് ഓൺലി ത്രൂ സ്വയം. സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ, സ്വയത്തിലൂടെ മാത്രമേ ഡെലിവർ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമതായിട്ട്, ദേ ക്യാൻ ബെനിഫിറ്റ് എ ലാർജ് നമ്പർ ഓഫ് ലേണേഴ്സ്. അത് നമ്മൾ ഈ പറയുന്ന ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവും. Then they can be accessed anytime, anywhere, and any number of times. That is again true. All MOOCs are for earning credit. Credit എല്ലാ MOOCസിലും earn ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. So the right answer is option D. A, C and D ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ മൂക്കിനെ പറ്റി പറഞ്ഞു. MOOC കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MOOC പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വയമാണ്. സ്വയത്തെ പറ്റി പറയാം. സ്വയമിന്റെ ഫുൾ ഫോം എന്താണ്? ഓർത്തേക്കുക, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇതാണ് സ്വയം ഫുൾ ഫോം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2017 ബൈ ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് HRD ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് സോ ദി സ്വയം കോഴ്സസ് ആർ ഡെലിവേർഡ് ത്രൂ എ വെറൈറ്റി ഓഫ് മോഡ്സ്. ഡെലിവർ ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് 4 കോൺട്രൻസ് എന്ന് കൂടി പറയും. 4 കോൺട്രൻസ് ആണ്. ഒന്ന് ഏതാണ്? വീഡിയോ ലെക്ചേഴ്സ് ആണ്. ഓക്കെ, വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are the pre-recorded lectures by experienced faculty from the top universities and institutions in India.
ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഈ കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അതായത് അവിടുത്തെ ഫാക്കൽറ്റിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അതായിരിക്കും നമുക്ക് പഠിക്കാൻ സാധിക്കുക. അതാണ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് ഇ ബുക്സ്, ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് ദാറ്റ് ക്യാൻ ബി അസസ്ഡ് ഓൺ എനി ഡിവൈസ്. നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ, ഡൗൺലോഡ് ചെയ്യാനും വായിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഇ ബുക്സ് അവൈലബിൾ ആണ്. മൂന്നാമതായിട്ട് ക്യൂസ് ആൻഡ് അസസ്മെന്റ്സ്. സോ ദീസ് ഹെൽപ് സ്റ്റുഡൻസ് അസസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മെറ്റീരിയൽ. സെൽഫ് അസസ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നമ്മുടെ മെറ്റീരിയൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ക്യൂസസ് ആൻഡ് അസസ്മെന്റ് ഉള്ളത്. അതോടൊപ്പം ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്, ഡിസ്കഷൻ ഫോറമാണ്. സോ ദീസ് അലോ സ്റ്റുഡൻസ് ടു ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദി ഫാക്കൽറ്റി. സ്റ്റുഡൻസിന് പരസ്പരം ഇന്ററാക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഫാക്കൽറ്റീസിനോടും അവരുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു വേദിയായിട്ട് ഡിസ്കഷൻ ഫോറം യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദി 4 ക്വാഡ്രന്റ്സ് ഓഫ് സ്വയം. സ്വയമിന്റെ 4 ക്വാഡ്രന്റ്സ് ആണ്. ഒന്ന് വീഡിയോ ലെക്ചേഴ്സ്, 2 ഇ ബുക്സ്, ദെൻ മൂന്നാമതായിട്ട് ക്യൂസസ് ആൻഡ് അസൈൻമെന്റ്സ്, ആൻഡ് ഫൈനലി ഡിസ്കഷൻ ഫോറം. ഇത് ഈ 4 കാര്യങ്ങൾ വേറെ രീതിയിൽ പറയാം കേട്ടോ. ലൈക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, ദെൻ ഈ റിസോഴ്സസ് അവൈലബിൾ ആണ്, അതേപോലെ സെൽഫ് ലേണിങ്ങിനുള്ള പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, ഡിസ്കഷൻ ഫോറംസ് അവൈലബിൾ ആണ്. ഇത് ഓർത്തേക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തേക്കുക. ദെൻ സ്വയം കോഴ്സസ് ആർ ഓഫേർഡ് ഇൻ 4 ക്വാഡ്രന്റ്സ്. 4 ക്വാഡ്രന്റ്സ് എന്ന് അവിടെ പറഞ്ഞു. അതേപോലെ തന്നെ 4 സ്റ്റേജസിലൂടെയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ്, ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോഴ്സസ്, അതേപോലെ PG സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോഴ്സസ്, അതുകൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ് ലൈക്ക് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ 4 ലെവൽ അവിടെ ഐഡന്റിഫൈ ചെയ്യാം: സ്കൂൾ എഡ്യൂക്കേഷൻ, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്. കോൺഫറൻസ് എന്ന് ഞാൻ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ 4 സ്റ്റേജിനെയാണ് കോൺഫറൻസ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓർത്തേക്കാം. 4 സോഴ്സസ് അല്ലെങ്കിൽ 4 ബെനിഫിറ്റ്സ് ഗിവൺ ബൈ സ്വയം. 4 കാര്യങ്ങളാണ്. ആ 4 കൃത്യമായിട്ട് ഓർത്തേക്കാം. ഇനി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സ്വയം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രീ ആൻഡ് ആക്സസബിൾ ടു ഓൾ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് തന്നെയായാലും, ലൊക്കേഷൻ ഏത് തന്നെയായാലും പഠിക്കാനുള്ള അവസരമാണ് സ്വയം ഒരുക്കുന്നത്. രണ്ടാമതായിട്ട്, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഡെലിവേർഡ് ബൈ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഫ്രം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. മൂന്നാമതായിട്ട്, ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ്. മീൻസ് നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ ടൈമിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്വയം തരുന്നത്. ദെൻ വെറൈറ്റി ഓഫ് കോഴ്സസ്. സ്വയം ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ഫ്രം സ്കൂൾ എഡ്യൂക്കേഷൻ, നമ്മൾ പറഞ്ഞ 9ാമത്തെ ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. സോ സ്കൂൾ എഡ്യൂക്കേഷൻ തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ഡിഫറെന്റ് സബ്ജക്ട്സ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇന്ററാക്റ്റീവ് ലേണിംഗ്. സ്വയം കോഴ്സസ് ഓഫർ എ വെറൈറ്റി ഓഫ് ഇന്ററാക്റ്റീവ് ഫീച്ചേഴ്സ്. ക്യൂസസ് വഴിയും അസൈൻമെന്റ്സ്, ഡിസ്കഷൻ ഫോറംസ് ഇവയൊക്കെ വഴി നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സ്വയമിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു, ജസ്റ്റ് നോക്കുക. ഫ്രീ ആൻഡ് ആക്സസബിൾ ടു ഓൾ, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ഈസ് അവൈലബിൾ, ദെൻ ഫ്ലെക്സിബിൾ ലേണിംഗിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്, വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്, ദെൻ ഇന്ററാക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ആ ഡിസ്കഷൻ ഫോറം ആണ് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. ഡിസ്കഷൻ ഫോറം അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ നാഷണൽ ലെവൽ കോർഡിനേറ്റേഴ്സ്, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്വയം കോഴ്സസ് ഓഫർ ചെയ്യുന്ന നാഷണൽ ലെവൽ കോർഡിനേറ്റേഴ്സ് ആണ് 8 കോർഡിനേറ്റേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന ഏരിയ ഓവർസീസ് സെൽഫ് പേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ്. സെൽഫ് പേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ് ആണ് AICTE ഓഫർ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ് ലേണിംഗ്. അവർ ഓഫർ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്, കോർഡിനേറ്റ് കോഴ്സസ് റിലേറ്റിംഗ് ടു എഞ്ചിനീയറിംഗ്. മൂന്നാമത്തെ കോർഡിനേറ്റർ UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അവർ ഓഫർ ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷണൽ കോഴ്സസ്. നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷണൽ കോഴ്സസ് ആണ് UGC ഓഫർ ചെയ്യുന്നത്. ദെൻ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC, അവർ ഓഫർ ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷണൽ കോഴ്സസ് ആണ്. അതും നോൺ ടെക്നിക്കൽ ആണ്. ടെക്നിക്കൽ സൈഡ്, എഞ്ചിനീയറിംഗ് സൈഡ് ഒക്കെ വരുമ്പോൾ അത് NPTEL ആണ്. സോ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ആണെങ്കിൽ UGC ഓഫർ ചെയ്യും. നോൺ ടെക്നിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ആണെങ്കിൽ അത് ഓഫർ ചെയ്യുന്നത് CEC ആണ്. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT, ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, NIOS. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് സ്കൂൾ എഡ്യൂക്കേഷന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ NCERTയും NIOSുമാണ് സ്കൂൾ എഡ്യൂക്കേഷന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്.
Then Indira Gandhi Open University, National Open University. Sorry, IGNOU. They are responsible for courses catering to out of school students. Out of school സ്റ്റുഡൻസിനുള്ള അതായത് ഈ ഒരു നമ്മളിപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഇഗ്നു ആണ്. ഇഗ്നു ആണ് ആ കോഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ. അവർ ഓഫർ ചെയ്യുന്നത് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കോഴ്സസ് ആണ്. ആൻഡ് ഫൈനലി NITTR, അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ ടെക്നിക്കൽ ടീച്ചർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അവരാണ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത്. സോ ഈ 8 ബോഡീസും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഏത് ഏരിയയിലുള്ളതാണെന്നും കൃത്യമായിട്ട് ഓർത്തേക്കാം. ഓക്കെ, നൗ ലെറ്റ് മീ ഷോ യു സം ക്വസ്റ്റ്യൻസ്, PYQs. ആദ്യത്തെ PYQ ഇതാണ്. Given below are 2 statements. One is labeled assertion and another is labeled reason. Assertion പറയുന്നത് MOOCs on Swayam portal can be used for earning up to 40% credits per semester by students. Reason പറയുന്നത് all MOOCs on Swayam portal are credit based MOOCs. സോ 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് 2021 ക്രെഡിറ്റ് സ്കോർ നമുക്ക് സ്വയം കോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സ്കോർ നേടാം എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്വയവുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് 2021 വന്നതാണ്. അതായത് നമ്മളുടെ ടോട്ടൽ ക്രെഡിറ്റിന്റെ 40% നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ സ്വയം കോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കോഴ്സസ് ചെയ്തിട്ട് നേടാം. അതാണ് ഇവിടെ പറയാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ അതാണ്. MOOCs on Swayam portal can be used for earning up to 40% credit per semester by students. That is right. Okay, 40% ക്രെഡിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഏതാ? ഓൾ MOOCs on Swayam portal are credit based MOOCs ആണോ? അല്ല, എല്ലാ MOOCസും ക്രെഡിറ്റ് ബേസ്ഡ് അല്ല. എന്തുകൊണ്ടാണ്? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അതേപോലെ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ MOOC കോഴ്സസും സ്വയം പോർട്ടലിലെ ക്രെഡിറ്റ് ബേസ്ഡ് അല്ല. ഓക്കെ, so right answer is assertion is true but reason is false. Okay, so is it clear? എന്താണെന്ന് മനസ്സിലായല്ലോ? MOOCുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ കാര്യമാണ് നിങ്ങൾ ഓർക്കണം. ക്രെഡിറ്റ് പോയിന്റ്സ് നമുക്ക് 40% വരെ നേടിയെടുക്കാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2021 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് അത് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ പറയുന്നത് നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. അവരുടെ സ്വയം കോഴ്സ് ഏരിയ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് UGC CEC, ദെൻ NPTEL, AICTE, IGNOU. മാച്ച് ചെയ്യാം. എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കോഴ്സസ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ്, UG ആൻഡ് PG ലെവൽ നോൺ ടെക്നിക്കൽ കോഴ്സസ്, ദെൻ സെൽഫ് ബേസ്ഡ് ലൈഫ് ലോങ് ലേണിംഗ് കോഴ്സസ്. ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചേ. ഏതാണ് റൈറ്റ് ആൻസർ? നാഷണൽ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാടായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ നാഷണൽ കോർഡിനേറ്റേഴ്സ് അവർ ഏത് ഏരിയ ആണ് കൈകാര്യം ചെയ്തതോട് ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മാച്ച് ദി ഫോളോയിങ് വരാറുണ്ട്. സോ ഒന്ന് മാച്ച് ചെയ്യും. ഏതാണ് റൈറ്റ് ആൻസർ? PG ആൻഡ് UG ലെവൽ നോൺ ടെക്നിക്കൽ കോഴ്സസ് ആരായിരുന്നു അത്? ഓക്കെ, ഇവർ രണ്ടുപേരും UGC പ്രൊവൈഡ് ചെയ്യുന്നത് PG ലെവൽ നോൺ ടെക്നിക്കൽ കോഴ്സസ് ആണ്. CEC പ്രൊവൈഡ് ചെയ്യുന്നത് UG ലെവൽ നോൺ ടെക്നിക്കൽ കോഴ്സസ് ആണ്. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് NPTEL? NPTEL ഓഫർ ചെയ്യുന്ന ഏതാണ്? എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് NPTEL ഓഫർ ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് AICTE? AICTE സെൽഫ് ബേസ്ഡ് ലൈഫ് ലോങ് ലേണിംഗ് കോഴ്സസ് ആണോ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണോ? ജസ്റ്റ് നോക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ടേബിൾ നോക്കുക. AICTE ഓഫർ ചെയ്യുന്ന എന്താണ്? സെൽഫ് ബേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ് ആണ് AICTE ഓഫർ ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദി അതർ ഓർഗനൈസേഷൻ? ഏതായിരുന്നു അവസാനത്തെ ഓപ്ഷൻ? IGNOU ഓഫർ ചെയ്യുന്ന ഏതാണ്? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, റെസ്പോൺസിബിൾ ഫോർ കോഴ്സസ് കാറ്ററിംഗ് ടു ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ്, മീൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സസ്. IGNOU ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ്. സോ മാച്ച് ചെയ്യുക.
ഇഗ്നുവിന് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ് വരിക. ദെൻ AICTE സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ലോങ് ലേണിംഗ് കോഴ്സസുമായി ബന്ധപ്പെട്ടാണ് AICTE ഓഫർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി മാച്ച്. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ. Which among the following is a national coordinator for engineering courses to be launched on സ്വയം പ്ലാറ്റ്ഫോം? സ്വയം പ്ലാറ്റ്ഫോമിലെ എഞ്ചിനീയറിംഗ് കോഴ്സസിന്റെ നാഷണൽ കോർഡിനേറ്റർ ആരാണ്? എഞ്ചിനീയറിംഗ് കോഴ്സസ് പെട്ടെന്ന്. യെസ്, NPTEL. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നായിട്ട് കാണണം. ഓക്കെ, അത് ഓർക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ഇട്ടത്. Then സ്വയം is initiated by Government of India with an objective to. സ്വയം ലോഞ്ച് ചെയ്തതിന്റെ റീസൺ എന്താണ്? ഒബ്ജക്റ്റീവ് എന്താണ്? Ensure best quality content produced and delivered. Second one, provide quality material at with nominal cost. Third, teach all classes from class 9 to PG. Assess students continuously and grant degrees. Assessed by anyone, anywhere and anytime. So ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് സ്വയം കോഴ്സസിനുള്ളത്? ഏതാണ് റൈറ്റ് ആൻസർ? ഫസ്റ്റ് ഓഫ് ഓൾ, എൻഷുവർ ബെസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡെലിവേർഡ്. സ്വയം ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയാണ്. വേറാസ് നോമിനൽ കോസ്റ്റിലല്ല അവർ ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ്. മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ദെൻ ടീച്ച് ഓൾ ക്ലാസ്സസ് ഫ്രം ക്ലാസ് 9 to PG, ദാറ്റ് ഇസ് റൈറ്റ്. 9th തൊട്ട് PG വരെയുള്ള കോഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് ആണ് അവൈലബിൾ ആകുക. ദെൻ ആസ് എ സ്റ്റുഡൻസ് കണ്ടിന്യൂസ്ലി ആൻഡ് ഗ്രാൻഡിങ് ഗ്രേഡ്, ദാറ്റ് ഇസ് നോട്ട് ദെയർ. ഗ്രേഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയിലല്ല ആക്ട് ചെയ്തത്. ദെൻ അസസ്ഡ് ബൈ എനിവെയർ, എനി ടൈം ആൻഡ് ബൈ എനിവൺ. സോ ദ റൈറ്റ് ആൻസർ ഈസ് A, C and E. A, C and E. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് സ്വയം have been appointed in order to ensure best quality contents are developed and disseminated in the context which two of the following are correctly matched. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. AICTE എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, CEC അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, NCERT ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് UGC നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. ഏതാണ് റൈറ്റ്? ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് എന്ന് പറയും. യെസ്, AICTE എഞ്ചിനീയറിംഗ് അല്ല, ദാറ്റ് ഇസ് റോങ്. CEC അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഇസ് റൈറ്റ്. NCERT സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്, ടീച്ചർ ട്രെയിനിങ്ങുമായിട്ട് ബന്ധമില്ല. ദെൻ UGC നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ. സോ B and D ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ആ ഒരു സെയിം നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, മറ്റൊരു രീതി ചോദിച്ചിരിക്കുന്നത് മാത്രം. According to the UGC credit framework for online learning courses through Swayam 2021, up to what percentage of total course credits in a particular program in a semester can be offered through online courses? Okay, question clear ആണല്ലോ. ഒരു സെമസ്റ്ററിൽ എത്ര ശതമാനം വരെ ക്രെഡിറ്റ്സ് നമുക്ക് ഓൺലൈൻ കോഴ്സ് വഴി ഓഫർ ചെയ്യാൻ സാധിക്കും? 25%, 40%, 50%, 45%. റൈറ്റ് ആൻസർ നമ്മൾ കണ്ടതല്ലേ? ഏതാ ആൻസർ? എത്ര ശതമാനം വരെയാണ്? വേഗം ആൻസർ തരും. യെസ്, അപ് ടു 40%, 40% വരെയാണ് ഇത്തരത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് കണ്ടന്റ് ഫോർ MOOCs ഓൺ സ്വയം? സ്വയമിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡൽ ഏതാണ്? 4 content, 2 content, then flipped classroom, Bloom's taxonomy. ഏത് മോഡലാണ്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്തിരുന്നു. 4 കോൺട്രൻസ് ആണ്. 4 കോൺട്രൻസ് എന്നുള്ള രീതിയിലാണ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ്. 4 കോൺട്രൻസ് ഏതൊക്കെയാണ് എന്ന് കൂടി ഓർക്കുക. 4 കോൺട്രൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്യൂട്ടോറിയൽ,
എന്താണ് ഈ ട്യൂട്ടോറിയൽ? ദാറ്റ് മീൻസ് വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വീഡിയോ ലെക്ചേഴ്സിനെ സപ്ലിമെന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കോംപ്ലിമെന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. പ്രസന്റേഷൻസ് ആൻഡ് അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽസ് വിൽ ബി ഓഫേർഡ്. അതാണ് ഈ കണ്ടന്റ്. ദെൻ സെൽഫ് അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ്, ക്യൂസസും ടെസ്റ്റും അസൈൻമെന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മൾ തന്നെ നമ്മളുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ കോൺട്രാക്ട്. നാലാമത്തെ കോൺട്രാക്ട് ആണ് ഡിസ്കഷൻ പ്ലാറ്റ്ഫോം. ഇവിടെ ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ സ്റ്റുഡൻസ് ടു ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാരിഫൈ ഡൗട്ട്സ്. സോ ഈ 4 കോൺട്രാക്ട്സ് ആണ് സ്വയം പ്ലാറ്റ്ഫോമിലുള്ളത്. ഏതാണ് ക്ലിയർ ആവാത്തത് പറയാമോ? ഐ ഡിഡ് നോട്ട് ഗെറ്റ് യു എന്ന് പറഞ്ഞു, മനസ്സിലായില്ല. ഏത് ഏരിയ ആണ് കിട്ടാത്തത്? ഓക്കെ, അതായത് സ്വയം ഓഫർ ചെയ്യുമ്പോൾ 4 ലെവലുകൾ എന്നുള്ള രീതിയിൽ മാത്രമാണ്, 4 മേജർ അവരെങ്ങനെയാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്, 4 ലെവലിൽ നിന്നുകൊണ്ടാണ് ഓഫർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ദർ വിൽ ബി വീഡിയോ ലെക്ചേഴ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ലെക്ചേഴ്സിന്റെ ഒപ്പം പോകുന്ന രീതിയിലുള്ള എന്താണ് മെറ്റീരിയൽസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ കോഴ്സിനകത്ത് എന്ത് 4 എലമെന്റ്സ് ആണുള്ളത്? ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് വീഡിയോ ലെക്ചേഴ്സ് ആണ്. രണ്ടാമതായിട്ട് കണ്ടന്റ് അവൈലബിൾ ആയിരിക്കും, ലൈക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് സെൽഫ് ഇവാലുവേഷനുള്ള പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, അതായത് ക്യൂസസ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സെൽഫ് ഇവാലുവേഷൻ ലേണിങ്ങിനുള്ള പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതുകൂടാതെ ഡിസ്കഷന് വേണ്ടിയുള്ള ഫോറം അവൈലബിൾ ആണ്. ഇങ്ങനെ 4 കോൺഫറൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് 4 എലമെന്റ്സ് എന്നുള്ള രീതിയിൽ അതിന് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ദെൻ സ്വയം കഴിഞ്ഞു. അടുത്തത് സ്വയംപ്രഭയാണ്. സ്വയംപ്രഭ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 80, ഐ വോണ്ട് സേ 80 എന്ന് പറയുന്നത് ഇപ്പൊ കൃത്യമായിട്ട് അവർ പറയുന്നില്ല, ബിക്കോസ് 40+40 ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 40 ചാനലുകളുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും 40 ചാനലുകളുണ്ട്. അതേപോലെ വേറെ ചില അഡീഷണൽ ലേണിംഗുമായി ബന്ധപ്പെട്ട് 8-9 ചാനലുകൾ വേറെ ഉണ്ട്. സോ മുമ്പ് സ്വയംപ്രഭ എന്ന് പറയുന്നത് 34 ചാനലിന്റെ DTH ചാനലുകളായിരുന്നു. പിന്നീട് അത് 80 ചാനലുകൾ എന്നുള്ള രീതിയിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ കണ്ടു. പിന്നീട് ഇൻ ബിറ്റ്വീൻ അവരത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ അത് 40 ചാനൽ എന്നാണ് കാണുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ ഓർക്കേണ്ടതും ഐ വോണ്ട് സേ 80 കൂടുതലുണ്ടെന്നുള്ളതാണ് സത്യം. എന്നാൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ 40 DTH ചാനലുകളാണുള്ളത്. ഓക്കെ, DTH ഡയറക്ട് ടു എഡ്യൂക്കേഷൻ, ഡയറക്ട് ടു ഹോം എന്ന് പറയുന്ന DTH പ്ലാറ്റ്ഫോംസ് ആണ്. മീൻസ് TV ചാനലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഡെഡിക്കേറ്റഡ് ടു ബ്രോഡ്കാസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ കണ്ടന്റ്. It provides curriculum-based course content to students in rural or remote areas. ഇങ്ങനെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നും എത്താത്തവരിലേക്ക് എഡ്യൂക്കേഷൻ കണ്ടന്റ് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് സ്വയംപ്രഭ റൺ ചെയ്യുന്നത്. ഇവിടെ TV, DTH വഴിയുള്ള ചാനലുകളായിട്ടാണ് ഇത്തരം 40 ചാനലുകൾ, ഇത്തരം ചാനലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നതെന്ന് പറയാം. അതിനു മുമ്പ് ഓർക്കുക, ഇതിന്റെ കോഴ്സ് കണ്ടന്റ് ഓരോ ദിവസവും മിനിമം 4 മണിക്കൂറെങ്കിലും മിനിമം പുതിയ കോഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ആ 4 മണിക്കൂറത്തെ കോഴ്സ് കണ്ടന്റ് അതേ ഡേയിൽ 5 തവണ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കും. മനസ്സിലായോ? അതായത് ഓരോ ദിവസവും പുതിയ കണ്ടന്റ് എന്ന് പറയുന്നത് 4 മണിക്കൂറായിരിക്കും. ആ 4 മണിക്കൂർ മിനിമം വേണമെന്ന് പറയുന്നത് ആ 4 മണിക്കൂറത്തെ കോഴ്സ് കണ്ടന്റ് അല്ലെങ്കിൽ ആ ക്ലാസ് ആ ദിവസം തന്നെ 5 തവണ റിപ്പീറ്റ് ചെയ്യും. സോ ഒരു സ്റ്റുഡന്റിന് എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ച് കാണാൻ വേണ്ടിയാണ് അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഏർലി മോർണിംഗ് ആവശ്യമുള്ളത് ഏർലി മോർണിംഗ് ഇരുന്ന് കാണാം, അതിനുശേഷം ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് കാണാം, രാത്രിയാണെങ്കിൽ രാത്രി കാണാം. അങ്ങനെ ഒരു ദിവസം അത് ടോട്ടൽ 5 തവണ ഈ കോഴ്സ് കണ്ടന്റ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സ്വയംപ്രഭയുടെ DTH ചാനലുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെയിമിംഗ് നടത്തിയിട്ടുണ്ട്. 40 ചാനലുകൾക്കല്ല, എന്നാൽ ഇതിൽ നെയിം ചെയ്തിരിക്കുന്നത് 11 ചാനലുകളാണ്. ആ 11 നെയിമും കൃത്യമായിട്ട് നമ്മൾ അറിയണം, ചാനൽ നമ്പറും നെയിമും. ഒന്നാമത്തെ ചാനലിന്റെ പേര് വഗീഷ് എന്നാണ്. അത് CEC UGC കണ്ടക്ട് ചെയ്യുന്ന ചാനലാണ്, അവരാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചാനലാണ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് ആ ചാനലിലെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചാനൽ സംസ്കൃതിയാണ്, ഹ്യൂമാനിറ്റീസിലെ രണ്ടാമത്തെ ചാനലാണ്. ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ഫിലോസഫി ആണ് ചാനൽ കണ്ടന്റ്. മൂന്നാമത്തെ ചാനൽ പ്രബോധ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാനലാണ്.
റിമെമ്പർ ദിസ്, സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാനലാണ്. ഓക്കെ, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ആണ് ആ ചാനലിന്റെ ചാനൽ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നാലാമത്തെ ചാനൽ സാരസ്വത്. സാരസ്വത് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാനലാണ്. എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിന് വരുന്നത്. അഞ്ചാമത്തെ ചാനൽ പ്രബന്ധൻ. പ്രബന്ധൻ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാനലാണ്. മാനേജ്മെന്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിൽ കാണിക്കുന്നത്. ദെൻ ആറാമത്തെ ചാനൽ വിധിക്. വിധിക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാനലാണ്. ലോ, ലീഗൽ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് വിധികിൽ കാണിക്കുന്നത്. ഏഴാമത്തെ ചാനൽ കൗട്ടില്യാണ്. എക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട ചാനലാണ് ചാനൽ 7 കൗട്ടില്യ. ചാനൽ 8 ആര്യഭട്ട. ആര്യഭട്ട ഫിസിക്കൽ സയൻസസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ആര്യഭട്ടയിൽ കാണിക്കുന്നത്. then അടുത്തത് ചാനൽ 9 സ്പന്ദനാണ്. സ്പന്ദൻ ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി, ബയോ സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ഇതിൽ വരുന്നത്. then ചാനൽ 10 ദക്ഷ ആണ്. ദക്ഷ് അപ്ലൈഡ് സയൻസ്, അലൈഡ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സയൻസസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ആ ചാനലിന്റെ കണ്ടന്റ്. അവസാനം ചാനൽ നെയിം ചെയ്തിരിക്കുന്നത് ചാനൽ 21 ഗ്യാസ്. സിഇസിയുടെ ചാനലാണ്. കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും, ഒരു സ്പെസിഫിക് ഏരിയ എന്നുള്ള രീതിയിലല്ല, ഡിഫറെന്റ് കണ്ടന്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 10 കൃത്യമായിട്ട് പഠിച്ചേക്കാം. 11 ചാനലിന്റെ നെയിം മാത്രം ഓർക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കി. ചാനൽ 1 വഗീഷ്, ചാനൽ 2 സാൻസ്കൃതി, ദെൻ പ്രബോധ്, സാരസ്വത്, പ്രബന്ധൻ, ദെൻ വിധിക്, കൗട്ടില്യ, ആര്യഭട്ട്, ദെൻ സ്പന്ദൻ, ദക്ഷ്. ഇത്രയുമാണ് ചാനൽ നെയിംസ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടാലോ? ലെറ്റ് മീ ഷോ യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ സ്വയം പ്രഭ വീഡിയോ ലെക്ചേഴ്സ് ആർ പ്രൊവൈഡഡ് ബൈ. എങ്ങനെയാണ് വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? DTH ചാനൽസ്, വെബ്സൈറ്റ് swayam.gov.in, വെബ്സൈറ്റ് influence.ac.in, ദൂരദർശൻ ചാനൽസ്. ഏത് വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് റിവൈസ് ചെയ്യൂ, നമ്മൾ പറഞ്ഞാൽ റൈറ്റ്. DTH ചാനൽസ്, ദാറ്റ്സ് റൈറ്റ്, ഓപ്ഷൻ എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സി. ഇതാണ് ഞാൻ പറഞ്ഞത്, മാച്ച് ദി ഫോളോയിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ചോദിച്ചാണ്. 2000 ഇപ്പൊ ക്യാൻസൽ ചെയ്ത എക്സാം അല്ല, അതിന് മുമ്പത്തെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയ ആണിത്. ഓർത്തേക്കുക, മാച്ച് ചെയ്യുക. ചാനൽ 3, ചാനൽ 4, ചാനൽ 5, ചാനൽ 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ മാച്ച് ചെയ്താൽ ഏതാണ് ചാനൽ 3, ചാനൽ 4? ആലോചിച്ച് നോക്കൂ. സി, മാച്ച് ചെയ്യാം. ചാനൽ 3 അതിന്റെ നെയിം പ്രബോധ് എന്നാണ്. ജസ്റ്റ് നമ്മൾ ബാക്കോട്ട് ഒന്ന് പോയാൽ കാണാമല്ലോ. സി, ചാനൽ 3 നെയിം പ്രബോധ്. സോഷ്യൽ സയൻസിൽ ഒന്നാമത്തെ ചാനലാണ്. സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ആണ് വരുന്നത്. ചാനൽ 4ന്റെ നെയിം സാരസ്വത് ആണ്. സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാനൽ എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്. ചാനൽ 5 പ്രബന്ധൻ. സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാനലാണ്. മാനേജ്മെന്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് റിലേറ്റഡ് കണ്ടന്റ്. ചാനൽ 6 വരുന്നത് വിധിക്കാണ്. സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാനൽ. അതായത് ഇവർ ചോദിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും സോഷ്യൽ സയൻസിലെ ചാനലുകളുടെ പേരാണ്. ഓക്കെ, can see that 3, 4, 5, 6 സോഷ്യൽ സയൻസിലെ ചാനലുകളാണ്. സോ മാച്ച് ചെയ്യുമ്പോൾ യു ഗെറ്റ് ചാനൽ 3 ഈസ് പ്രബോധ്. ചാനൽ 4 ഏതായിരുന്നു? സാരസ്വത്. ചാനൽ 5 that is പ്രബന്ധൻ, and channel 6 is Vedic. Okay, so right answer is option D. Okay, option D ആയിരുന്നു റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചാനൽ ഓഫ് സ്വയം പ്രഭ ഡീൽസ് വിത്ത് സോഷ്യൽ സയൻസ് 1? സോഷ്യൽ സയൻസ് ആൻഡ് ബിഹേവിയറൽ സയൻസ് ഒന്നാമത്തെ ചാനൽ ഏതാണ്? ഇങ്ങനെയും ചോദിക്കാം. അതുകൊണ്ടാണ് കണ്ടന്റ് മാത്രം, പേര് മാത്രം പോരാ, കണ്ടന്റും ഓർക്കണം എന്ന് പറഞ്ഞത്. സോ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് ചാനൽ നമ്പർ 3 ആണ്. അതാണ് പ്രബോധ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രബോധ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വയം ഈസ് എ പ്രോഗ്രാം ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിസൈൻ ടു അച്ചീവ് ദി കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി. എത്ര കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് എഡ്യൂക്കേഷൻ പോളിസിക്ക്? നിലവിലുള്ള NEP അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. NEP പ്രകാരം NEPയുടെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ഇത് അതിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ പോപ്പുലറായിട്ട് പറഞ്ഞിരുന്ന
സ്വയമൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ പോളിസി, അതിന്റെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഞാനത് പറഞ്ഞു കഴിഞ്ഞു. 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ഇതായിരുന്നു 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ എൻഷുറിംഗ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആർ അവൈലബിൾ ടു എനി വൺ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൊക്കേഷൻ. എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ആക്സസ്. ദെൻ ഇക്വിറ്റി, പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ആൻഡ് സക്സസ്, അഡ്രസ്സിംഗ് എനി ബാരിയർ ദാറ്റ് മൈറ്റ് ഡിസഡ്വാൻറ്റേജ് സർട്ടൻ ഗ്രൂപ്പ്സ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോൾ ഒരു രീതിയിലുള്ള ബാരിയറും ഇല്ലാത്ത, തടസ്സങ്ങളില്ലാത്ത എഡ്യൂക്കേഷൻ എത്തിക്കണം. അതാണ് ഇക്വിറ്റി. ദെൻ ക്വാളിറ്റി, ഡെലിവേർഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് ഇഫക്റ്റീവ് ടീച്ചിങ്, റെലവൻറ്റ് കണ്ടന്റ് ആൻഡ് റിസോഴ്സസ് നീഡഡ് ഫോർ സ്റ്റുഡൻറ് ഗ്രോത്ത്. സോ റെലവൻറ്റ് കണ്ടന്റ്, അതേപോലെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് 3 എഡ്യൂക്കേഷൻ പോളിസി, 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് എഡ്യൂക്കേഷൻ പോളിസി, പ്രീവിയസ് എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ NEP-യുടെ 5 ബേസിക് കാർഡിനൽ പോളിസീസ് പറയുന്നുണ്ട്. 5 ബേസിക് ഫണ്ടമെന്റൽ പോളിസീസ് എന്നാണ് പറയുന്നത് എഡ്യൂക്കേഷനിൽ. ആ 5 പോളിസീസിൽ ഇത് 3 ഉണ്ട്. ഇത് കൂടാതെ മറ്റ് ചില അഡീഷണൽ പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് NEP പറയുമ്പോൾ പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, ഈ 3 ഏരിയ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു ലെക്ചർ കൂടി വേണം. അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് PYQs-ലായിരിക്കും. നമ്മൾ ഇതുവരെ ഓരോ ഏരിയയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള PYQs പറഞ്ഞു. ഓക്കെ, ഓരോ ടോപ്പിക് പറഞ്ഞപ്പോഴും അതിൽ ആ ഏരിയയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് PYQs ഒക്കെ പറഞ്ഞു. ഇനി ഏതെങ്കിലും ഏരിയ നമുക്ക് മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. അതുമായി ബന്ധപ്പെട്ട് കുറേ MCQs നമുക്ക് അടുത്ത ലെക്ചർ ഡിസ്കസ് ചെയ്യാം. ആൻഡ് യു നീഡ് ടു റിമെമ്പർ, നമുക്കിവിടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പോകുന്നത് തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷേ സെയിം ക്വസ്റ്റ്യൻ ഏരിയ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. സോ വിൽ കണ്ടിന്യൂ ഇൻ നെക്സ്റ്റ് ലെക്ചർ. ഡേ ആഫ്റ്റർ ടുമോറോ ആണ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അവസാനത്തെ ലെക്ചർ വരുന്നത്. അതിൽ നമുക്ക് കൂടുതൽ MCQ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ധൈര്യമായിട്ട് പോസ്റ്റ് ഇട്ടുള്ളൂ. ഓക്കെ, അതിനുള്ള റെസ്പോൺസ് തന്നോളാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. അടുത്ത സ്ലൈഡ് കാണിക്കാമോ? ദിസ് വൺ. ഈ സ്ലൈഡ്സ് ഞാനിപ്പോൾ തന്നെ ഷെയർ ചെയ്ത് തരാം.